അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം, ദി ഐക്കോണിക് ഹവ മഹൽ. ജയ്പൂരിനെ പിങ്ക് സിറ്റി എന്ന് വിളിക്കുമെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പിങ്ക് സിറ്റി തുടങ്ങുന്നത് ഈ ചന്ദ്രപോൾ ഗേറ്റ് തൊട്ടാണ്. അങ്ങനെ നമ്മൾ പിങ്ക് സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ബിൽഡിംഗ്സിന് പിങ്ക് അല്ലെങ്കിലും ഒരു ഓറഞ്ചിഷ് കളറാണ്. നമ്മുടെ ഹവാമഹൽ ഉൾപ്പെടെ ഇവിടെയുള്ള പല ബിൽഡിംഗ്സും പിങ്ക് അല്ലെങ്കിൽ റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബിൽഡിംഗ്സിനൊക്കെ ഈ കളർ. പിന്നെ വൈബ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായി ഉണ്ടാക്കുന്ന ബിൽഡിംഗ്സ് ഒക്കെ പെയിന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യല്. മെഡിക്കൽ ഷോപ്പ് ആയാലും തുണിക്കടയായാലും ഇവിടെയുള്ള എല്ലാ ബിൽഡിംഗ്സിനും ഒരു റോയൽ ടച്ചും ഉണ്ട്. അങ്ങനെ നമ്മൾ ഹവാമഹലിന് മുന്നിൽ കൂടെ പോവാണ്. ജയ്പൂർ സിറ്റി ലൈഫ് പബ്ലിക്ലി ആൾക്കാരെ കാണാതെ റോയൽ വിമന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഹവാമഹൽ ഉണ്ടാക്കിയത്. ഹവാമഹൽ കഴിഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ ബിൽഡിംഗ്സ് കാണാൻ പറ്റും. ബൈ ദ വേ, പിങ്ക് സിറ്റിന്ന് ജയ്പൂരിനെ വിളിക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. ഇനി ജയ്പൂരിന് പേര് വരാൻ കാരണം ഈ സ്റ്റാച്യു കാണുന്ന രാജാ ജയസിംഗ് സെക്കൻഡിന്റെ പേരിന്നാണ്. രാജാ ജയസിംഗ് ഒരു നല്ല വാരിയറും ആസ്ട്രോണമറും ഒക്കെ ആയിരുന്നു. രാജാ ജയസിംഗ് തന്നെയാണ് ജന്തർ മന്ദർ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ജന്തർ മന്ദർ ആണ്.